എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിലെ അവസാന ഭാഗം അല്ലേ, അതായത് ലൈൻസ് ആൻഡ് സർക്കിൾസ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയാൻ കാരണം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യം ഇതിൽ നിന്ന് വരും. അതായത് ഒരു ത്രികോണത്തിന്റെ പരിവൃത്തം, അതായത് സർക്കിൾ നമുക്ക് വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഉറപ്പായ ചോദ്യമാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പം നോക്കിയാൽ ഞാനിവിടെ 2 പോയിന്റുകൾ ആ പോയിന്റുകൾ ഇട്ടിട്ടുണ്ട്. ആ പോയിന്റുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു വര വരച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഈ 2 പോയിന്റിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ എനിക്ക് വരയ്ക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആദ്യം നോക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 2 പോയിന്റ്, ഈ 2 പോയിന്റിലൂടെയും കടന്നു പോകണം ഈ സർക്കിൾ. അങ്ങനത്തെ ഒരു സർക്കിൾ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റാം? നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും അല്ലേ. എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ഡിസ്റ്റൻസ് ഡയമീറ്റർ ആയിട്ട് എടുക്കാം അല്ലേ, വ്യാസമായിട്ട് എടുക്കാം. അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഡയമീറ്റർ ആയിട്ട് എടുത്ത് അതിന്റെ പകുതി എന്ത് ചെയ്യാം, റേഡിയസ് ആയിട്ട് എടുക്കുക അല്ലേ. അപ്പോൾ പകുതി റേഡിയസ് ആയിട്ട് എടുത്ത് ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാം, ആ റേഡിയസ് നമ്മൾ എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ കൃത്യമായിട്ട് ഇതിലൂടെയും ഇതിലെയും കടന്നു പോകാം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു 8 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 4 സെന്റിമീറ്റർ കൃത്യമായിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അതിന്റെ മിഡ് പോയിന്റ് കിട്ടും. അതേസമയം നമുക്ക് ഇതിന്റെ അളവ് കൃത്യമല്ലെങ്കിൽ നാം എന്ത് ചെയ്യും, ഇതിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക അല്ലേ. അപ്പോൾ നമുക്ക് കൃത്യമായ അതിന്റെ മിഡ് പോയിന്റ് കിട്ടും. അതെങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? ഇവിടെ കുത്തിയിട്ട് കോമ്പസിന്റെ പകുതി അല്ലേ, പകുതിയിൽ കൂടുതൽ അളവെടുത്തുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും, ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കും അല്ലേ. ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ ബൈസെക്ടർ കിട്ടും അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇതിനെ തുല്യ ഭാഗങ്ങളാക്കി. ഓക്കെ, ഇനി നോക്കിയാൽ ഇതായിരിക്കും നമ്മുടെ റേഡിയസ് അല്ലേ. അപ്പോൾ റേഡിയസ് എടുത്തിട്ട് നമ്മളൊരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, എന്ത് കിട്ടും, കൃത്യമായിട്ട് ഈ 2 പോയിന്റിലൂടെയും ഈ സർക്കിൾ ഇങ്ങനെ കടന്നു പോകും അല്ലേ. സർക്കിൾ ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ 2 പോയിന്റിലൂടെ കടന്നു പോകുന്ന സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരേ ഒരു സർക്കിൾ അല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ 2 പോയിന്റിൽ കൂടി കടന്നു പോകുന്ന വേറെ സർക്കിളുകൾ വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാൻ പറ്റും അല്ലേ. എങ്ങനെയായിരിക്കണം? അതായത് ഇവിടെ നിന്നും അല്ലെ, ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ നിന്ന് തുല്യ അകലത്തിലുള്ള ഒരു പോയിന്റ് എടുത്തിട്ട് അവിടെ കുത്തിയിട്ട് അത് സെന്റർ ആക്കിയിട്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാം. മനസ്സിലായല്ലോ? അതായത് ഇപ്പൊ നോക്കിയേ, ഇവിടെ അല്ലെ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്നും തുല്യ ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എനിക്ക് ഇത് റേഡിയസ് ആയിട്ട് എടുത്തുകൊണ്ട് നോക്കിയാൽ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും അല്ലേ. ഇതേ രീതിയിൽ എനിക്കൊരു സർക്കിൾ വേറെ വരയ്ക്കാം. വരച്ചൂടെ? വരയ്ക്കാം അല്ലേ. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും തുല്യ ഡിസ്റ്റൻസ് ആയിരിക്കണം അല്ലേ. ഇനി കുറച്ചും കൂടി നീക്കി, ഞാൻ ഇവിടെ ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കുമല്ലോ. ഇത് റേഡിയസ്, അതായത് ഇവിടെ മുതൽ ഇവിടം വരെ റേഡിയസ് ആയിട്ട് എടുത്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, വേറെ സർക്കിൾ വരയ്ക്കാം അല്ലേ. അപ്പൊ വേറെ സർക്കിൾ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും അല്ലേ. അപ്പൊ ഇവിടെ മുതൽ ഇത് വൃത്തത്തിന്റെ സെന്റർ ആയിട്ട് വേറെ സർക്കിൾ എനിക്ക് വരയ്ക്കാം അല്ലെ. അപ്പൊ ഇതുപോലെ എത്ര സർക്കിൾ വേണമെങ്കിലും എനിക്ക് വരയ്ക്കാം. എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് ഈ 2 പോയിന്റിൽ നിന്നും തുല്യ ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് നമുക്കിങ്ങനെ അത് വൃത്തത്തിന്റെ സെന്റർ ആക്കിക്കൊണ്ട് എത്ര സർക്കിൾ വേണമെങ്കിലും ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാം അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഇതിൽ നിന്നും തുല്യ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അപ്പൊ നാം മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആ തുല്യ ഡിസ്റ്റൻസ് എവിടെയായിരിക്കും വരിക, നമ്മുടെ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലേ, അതായത് ലംബ സമഭാജിയിലായിരിക്കും ആ പോയിന്റ് വരിക. അതേസമയം ഇങ്ങോട്ടും നീങ്ങിയാൽ നമുക്ക് കിട്ടുമോ? അപ്പൊ നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആവില്ല അല്ലെ. അപ്പൊ ഇവിടെ നിന്നും തുല്യ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, വൃത്തത്തിന്റെ കേന്ദ്രം എവിടെയായിരിക്കണം, നാം വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിന്റെ കേന്ദ്രം ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലായി, ഏതെങ്കിലും 2 പോയിന്റ് അല്ലെ, 2 പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ഇഷ്ടം പോലെ സർക്കിളുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് 3 പോയിന്റുകൾ, ഈ 3 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഇപ്പൊ നോക്കിയേ, 2 പോയിന്റിന്റെ കാര്യമാണ് പറഞ്ഞല്ലേ. ഇപ്പൊ ഞാൻ 3 പോയിന്റ് എടുത്തു. ഇനി ഈ 3 പോയിന്റ് ഞാൻ ഇവിടെ എടുക്കുന്നതിന് പകരം 3 പോയിന്റ് ഞാൻ ഇപ്പൊ ഇങ്ങനെ എടുത്തു വിചാരിക്കുക, സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ എടുത്തു. ഇങ്ങനെയാണെങ്കിൽ 3 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ ഇതില്ല, ഈ പോയിന്റ് ഇല്ല എന്ന് വിചാരിക്കാം. ഈ 3 പോയിന്റിലേയും കടന്നു പോകുന്ന സർക്കിൾ എനിക്ക് ഒരിക്കലും വരയ്ക്കാൻ പറ്റില്ല അല്ലേ. ഒന്നുകിൽ ഇതിലെയും കടന്നു പോകും, അതല്ലെങ്കിൽ ഇത് 2ലൂടെയും കടന്നു പോകും, അതല്ലെങ്കിൽ ഇതും അല്ലെ. ഇവ തമ്മിൽ ബന്ധിപ്പിച്ച് സർക്കിൾ വരയ്ക്കാം. അതേസമയം 3ലൂടെയും കടന്നു പോകാൻ സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല അല്ലെ. ഇനി ഈ പോയിന്റ് ഇവിടെ അല്ല എന്ന് വിചാരിക്കാം, ഇവിടെയല്ല ഈ പോയിന്റ്. ഈ 3 പോയിന്റ് ഇങ്ങനെയാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് നമുക്കറിയാം, ഈ 2 പോയിന്റുകളിലൂടെയും അല്ലെ കടന്നു പോകുന്ന സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ ഇത് കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ ഈ 2ലൂടെയും ഈ 2 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ എനിക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ. ഇതേ പ്രകാരം നമുക്ക് ഇഷ്ടം പോലെ സർക്കിൾ വരയ്ക്കാൻ പറ്റും
ഓക്കെ. ഇനി അതുപോലെ തന്നെ ഞാൻ ഇത് തമ്മിൽ യോജിപ്പിക്കുന്ന വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിലൂടെയും അല്ലേ ഈ 2 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ എനിക്ക് വേറെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ 2 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിളിൽ എനിക്ക് വരയ്ക്കാൻ പറ്റും. ഈ 2 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ എനിക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷേ 3 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ എനിക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ഇതിന്റെ അല്ലെ ഇത് ഈ 2 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിളിന്റെ കേന്ദ്രം എവിടെയായിരിക്കും? എന്തായാലും നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ ആയിരിക്കും അല്ലേ. അപ്പൊ ഇതിന്റെ കേന്ദ്രം, അതായത് ഈ സർക്കിളിന്റെ കേന്ദ്രം എവിടെയായിരിക്കും? ഇവിടേക്ക് നമ്മൾ ഇവിടെ എടുത്താലും എവിടെ എടുത്താലും അത് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് ലംബ സമഭാജിയിലായിരിക്കും അതിന്റെ കേന്ദ്രം വരിക അല്ലെ, സെന്റർ വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ലംബ സമഭാജി വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ 2 പോയിന്റുകളെയും ബന്ധിപ്പിക്കുന്ന സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഈ സൈഡ് എടുത്ത് നോക്കിയേ. ഇതേപോലെ ഇതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ 2 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ? ഓക്കെ. ഇനി ഞാൻ ഇതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു, ഇതിനും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഈ രണ്ടും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും അല്ലേ. അപ്പോൾ ആ പോയിന്റ് എടുക്കുകയാണെങ്കിൽ നോക്കിയേ, ആ പോയിന്റ് ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആയിരിക്കും അല്ലേ, ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആയിരിക്കും. മനസ്സിലായല്ലോ? അതായത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ നോക്കിയേ, ഇവിടെ ഒരു ആർക്ക്, ഇതിന് ഈ വരയ്ക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണേ. ഇവിടെ കുത്തിയിട്ട് കോമ്പസ് കൊണ്ട് 2 ആർക്ക് വരച്ചു, ഇവിടെയും വരച്ചു. ഓക്കെ. ഇനി ഇവിടെ കുത്തിയിട്ട് ഞാൻ ഇവിടെയും വരച്ചു ആർക്ക്. ഇതെന്റെ കോമ്പസ് ആണെന്ന് വിചാരിക്കുക തൽക്കാലം. ഓക്കെ. ഇതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ അതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു അല്ലേ. അപ്പോൾ ഇതിന്റെ ഈ 2 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ എനിക്ക് വരയ്ക്കാൻ പറ്റും. ഇനി നോക്കിയേ, ഞാൻ ഇതിന് അല്ലേ ഈ 2 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ എനിക്ക് വരയ്ക്കണം. അതിനെന്ത് ചെയ്യാം? അതിന് ആ കറക്റ്റ് പോയിന്റ് ഇട്ടാൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കണം അല്ലേ. അപ്പോൾ ഇതിന്റെ പെർപെൻഡിക്കുലർ ഞാൻ എടുക്കാൻ പോകുന്നത്, ഞാൻ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതുപോലെ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഇനി ഞാൻ നോക്കിയാൽ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചല്ലോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ എൻ്റെ വര നോക്കണ്ട, ഇതിപ്പോൾ വളഞ്ഞു പോയിട്ടുണ്ട് അല്ലേ, പോയിട്ട് നീളം വ്യത്യാസമുണ്ട്, അത് നോക്കണ്ട, നമ്മൾ ഫ്രീ ആയിട്ട് വരയ്ക്കണമല്ലേ. അപ്പോൾ ഇതാണ് അല്ലേ. ഇവിടെ വെച്ചിട്ട് എനിക്ക് ഈ റേഡിയസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം ആണല്ലോ. ഇത് റേഡിയസ് ആയിട്ടുണ്ട്, ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ. ഇനി നോക്കിയേ, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും തമ്മിൽ കൂട്ടിമുട്ടുണ്ട്. എവിടെ വെച്ചിട്ട്? ഈ പോയിന്റിൽ വെച്ചിട്ട് കൂട്ടിമുട്ടുണ്ട് അല്ലേ. ഈ പോയിന്റ് നമ്മൾ റേഡിയസ് ആയിട്ട് ഈ മൂലയിലേക്കുള്ള ഈ പോയിന്റിലേക്കോ അല്ലെങ്കിൽ ഈ പോയിന്റിലേക്കുള്ള റേഡിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 3 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഈ 3 പോയിന്റ് ഒരു സ്ട്രേറ്റ് ലൈൻ ആവാൻ പാടില്ല അല്ലേ. നമ്മൾ മുമ്പ് പറഞ്ഞു സ്ട്രേറ്റ് ലൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അതേസമയം ഇതേപോലെ മാറിക്കെടുക്കുന്ന പോയിന്റുകളാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ആ 3 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ അറ്റവും തമ്മിൽ യോജിപ്പിച്ച് ഒന്ന് നോക്കിയേ. അപ്പൊ നമുക്കൊരു ത്രികോണം കിട്ടിയല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് പറയാം? അതായത് ഒരു ത്രികോണത്തിന്റെ 3 മൂലകളിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഏത് ത്രികോണമായാലും ആ ത്രികോണത്തിന്റെ 3 മൂലകളിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ആ സർക്കിളിന്റെ പേരാണ് സർക്കം സർക്കിൾ അഥവാ പരിവൃത്തം. അപ്പൊ എക്സാമിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു ചോദ്യമാണിത്. അത് വരയ്ക്കാൻ വരും. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെ വരയ്ക്കേണ്ടത് മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 162 ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അതായത് ത്രികോണത്തിന്റെ 2 സൈഡുകളുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ അവയ്ക്കിടയിലുള്ള കോണിന്റെ അളവ് തന്നിട്ടുണ്ട് 60 ഡിഗ്രി. ഇതിന്റെ എന്ത് വരയ്ക്കണം? ഒരു സർക്കം സർക്കിൾ വരയ്ക്കണം, പരിവൃത്തം വരയ്ക്കണം അല്ലേ. വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്, ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് വരും. നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. ഞാൻ 5 സെന്റിമീറ്ററിൽ 4 സെന്റിമീറ്ററിൽ ആദ്യത്തെ ലൈൻ ഞാൻ വരച്ചു. ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ 60 ഡിഗ്രി എടുക്കണം അല്ലേ. 60 ഡിഗ്രി എടുക്കണം. ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് പോയിന്റിൽ വെച്ചല്ലേ എന്റെ സ്ട്രേറ്റ് ലൈൻ കണ്ടല്ലോ. ഇനി 60 ഡിഗ്രി 10, 20, 30, 40, 50, 60 ആ പോയിന്റ് എനിക്ക് കിട്ടിയത് ഇതാണ് 60 ഡിഗ്രി. ഓക്കെ. ഇനി എന്ത് ചെയ്യുന്നു? ഇപ്പൊ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു അല്ലേ. കണ്ട ഈ പോയിന്റ് ഉണ്ടല്ലോ. ഇനി ഒന്നുകിൽ നീട്ടി വരയ്ക്കുക, എന്നിട്ട് നമുക്ക് പിന്നീട് ഇതിന് 5 സെന്റിമീറ്റർ എടുക്കാം. അതല്ലെങ്കിൽ നോക്കി ഇവിടെ നിന്ന് 10 ആണ് ഇവിടെ അല്ലേ. അപ്പൊ 15 സെന്റിമീറ്റർ കറക്റ്റ് ആയിട്ട് 5 സെന്റിമീറ്റർ വരച്ചു. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിവിടെ കൃത്യമായിട്ട് 5 സെന്റിമീറ്റർ തന്നെ എടുത്തു. ഓക്കെ. അപ്പോൾ ഇത് 4 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ. ഓക്കെ. ഈ ഡിഗ്രി എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഈ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ത്രികോണം കിട്ടി. ഓക്കെ. ത്രികോണം കിട്ടിയല്ലോ. ഇനി ശ്രദ്ധിക്കുക, എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്?
അടുത്ത സ്റ്റെപ്പ് ഈ ഏതെങ്കിലും രണ്ട് സൈഡിന്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞെടുത്തത് അല്ലേ, ഏതെങ്കിലും രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഈ സൈഡ് എടുക്കുന്നു, ഇതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക? നമ്മൾ ഈ ലെങ്ത്തിനേക്കാൾ പകുതിയേക്കാൾ കൂടുതൽ എടുക്കുക അല്ലേ, ഒരു ഏറെക്കുറെ മുക്കാ ഭാഗം എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ ആർക്ക് വരയ്ക്കുക, ഇവിടെ ആർക്ക് വരയ്ക്കുക, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കുക, ഇവിടെ ആർക്ക് വരയ്ക്കുക അല്ലേ. അവ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആദ്യത്തെ ഈ ഒരു സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതേ കോമ്പസ് എടുത്തിട്ട് കണ്ടോ, പകുതിയേക്കാൾ കൂടുതൽ ലെങ്ത് എടുത്തു, ശരിയാണല്ലോ. ഇനി ഞാൻ അതേ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു, ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, ഇനി അതുപോലെ എന്ത് ചെയ്യണം, ഈ മൂലയിൽ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ ആർക്ക് വരച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി അല്ലേ. ഓക്കെ, ഇനി എന്ത് വേണം, ഇനി നമുക്ക് ഒന്നുകിൽ ഇതിന് അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒരു സൈഡിനും കൂടി ഇതുപോലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം അല്ലേ. അപ്പോൾ ഞാൻ ഇതിന് വരയ്ക്കാൻ പോകുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിനും ചെയ്യാം, പകുതിയേക്കാൾ കൂടുതൽ നിങ്ങളെടുത്ത് അല്ലേ. ഇനി എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് ഇവിടെ വരയ്ക്കുന്നു, അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ഇനി ഞാൻ അതുപോലെ ഇപ്പുറത്ത് കുത്തുന്നു അല്ലേ. ഇനി ഇവിടെ ഒരു ആർക്ക് വരച്ചു, അതുപോലെ ഇവിടെയും ഒരു ആർക്ക് വരച്ചു. ഇപ്പം നോക്കിയേ, രണ്ട് ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടി അല്ലേ, ഇവിടെ വെച്ച് കൂട്ടിമുട്ടിയാലോ, ഇവിടെയും അല്ലേ. ഇനി അവ തമ്മിൽ യോജിപ്പിക്കുന്നു. ഓക്കെ, ഈ രണ്ട് അല്ലേ തമ്മിൽ യോജിപ്പിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി, അപ്പോൾ ഈ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ രണ്ട് സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ മൂന്നെണ്ണത്തിന് വരയ്ക്കണ്ടേ, രണ്ടെണ്ണത്തിന് വരച്ചാൽ മതി. അപ്പോൾ രണ്ട് സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇപ്പോൾ അവ തമ്മിൽ കൂട്ടിമുട്ടുന്നൊരു പോയിന്റ് കിട്ടിയാലോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഈ മൂന്ന് മൂലകളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, തുല്യമായിരിക്കും. മനസ്സിലായല്ലോ. അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, റേഡിയസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം പെട്ടെന്ന് സർക്കിൾ വരയ്ക്കല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ആ സെൻറ്ററിൽ കുത്തിയിട്ട് ഈ മൂന്ന് പോയിന്റുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ മൂന്നാളും കൃത്യമായിരിക്കും. കണ്ടില്ലേ, ആദ്യം നമുക്കിത് ഞാൻ സർക്കിൾ വരയ്ക്കുന്നത്, ഇതാണ് നമ്മുടെ സർക്കിൾ. കോണത്തിൻ്റെ മൂന്ന് മൂലയിലൂടെയും ഈ സർക്കിൾ കടന്നു പോകുന്നുണ്ട്. ക്ലിയർ ആയില്ലേ. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ഈ സർക്കിൾ വരയ്ക്കൽ മുമ്പ് കറക്റ്റ് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ വെച്ച് നോക്കണം എന്ന് പറഞ്ഞു അല്ലേ. വെച്ച് നോക്കിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുട്ടില്ലാന്ന് വിചാരിക്കുക, കുറച്ച് ഉള്ളിൽ കാണും അല്ലെങ്കിൽ കുറച്ച് പുറത്ത് കാണുമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പോയിന്റ് നമ്മൾ കോമ്പസിൽ കുത്തുന്ന പോയിന്റ് ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് മൂന്ന് പോയിന്റ് കൃത്യമാണോ എന്ന് നോക്കുക, ഏറെക്കുറെ കൃത്യമായി കിട്ടുന്ന രൂപത്തിലായതിനു ശേഷം സർക്കിൾ വരയ്ക്കാം. മനസ്സിലായില്ലേ. അല്ലാണ്ട് ഒരു സൈഡ് എടുത്തുങ്ങായിട്ട് അപ്പം തന്നെ സർക്കിൾ വരയ്ക്കരുത്. അപ്പോൾ ചിലപ്പോൾ ഈ സാധനം എന്തെങ്കിലും നിങ്ങൾ വരയ്ക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് വരച്ചാൽ കൃത്യമായിട്ട് ഇതേപോലെ പോകും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ സർക്കിൾ വരയ്ക്കലിന് മുമ്പ് ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അതനുസരിച്ച് ഇവിടെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കാം. മനസ്സിലായില്ലേ. ഇതേപോലെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും. അതായത് ഒരു പരിവൃത്തം വരയ്ക്കാൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും. ക്ലിയർ ആയല്ലോ. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ത്രികോണത്തിൻ്റെ സൈഡുകൾ എന്നിട്ട് 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ അല്ലേ, ഇതേ സൈഡുകൾ തന്നെ, പക്ഷേ ആംഗിൾ മാറി അല്ലേ. അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിൽ ആദ്യം എന്ത് ചെയ്യാം, ഒരു ത്രികോണം വരയ്ക്കാം. നമ്മൾ നേരത്തെ ചെയ്തപോലെ ആദ്യം 4 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. അപ്പോൾ ഓക്കെ, ഇത് 4 സെൻറ്റിമീറ്ററിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് 120 ഡിഗ്രിയാണ് അല്ലേ ആംഗിൾ. അപ്പോൾ ഇവിടെ നിന്ന് 120 ഡിഗ്രി മെഷർ ചെയ്യാം. കൃത്യമായിട്ട് തന്നെ വെക്കണം ആ പോയിന്റ്, കണ്ടില്ലേ. ഓക്കെ, ഇനി 120 ഡിഗ്രി അല്ലേ, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110, 120 ഇവിടെയാണ് പോയിന്റ്. ഓക്കെ, അടയാളപ്പെടുത്തി. ഇനി ഈ സൈഡ് എത്ര വേണം, 5 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് കൃത്യമായിട്ട് ഇവിടുന്ന് 5 സെൻറ്റിമീറ്ററിൽ നമ്മൾ വരച്ചാൽ മതി. കണ്ടോ, അപ്പോൾ എൻ്റെ ഇവിടെ 10 ആണ്. അപ്പോൾ 10 ആകുമ്പോൾ ഇവിടുത്തെ 5 സെൻറ്റിമീറ്റർ കണ്ടോ, കൃത്യമായി ഞാൻ 5 സെൻറ്റിമീറ്റർ തന്നെ വരയ്ക്കണുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നീട്ടി വരച്ചിട്ട് 5 സെൻറ്റിമീറ്റർ അവിടെ നിന്ന് പിന്നീട് കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ. ഈ ആംഗിൾ എത്രയാണ്, 120 ഡിഗ്രി. ഓക്കെ, ഇനി ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ നമ്മുടെ എന്ത് കിട്ടി, ട്രയാങ്കിൾ കിട്ടി അല്ലേ. ഓക്കെ, നമ്മുടെ ത്രികോണം കിട്ടി. ഇനി ഇതെന്ത് വേണം, ഇതിന് നമ്മൾക്ക് പരിവൃത്തം വരയ്ക്കണം അല്ലേ. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യണം. ആദ്യം നമുക്ക് ഈ സൈഡ് എടുക്കാം. ഈ സൈഡ് എന്ത് ചെയ്യാം, നമ്മളൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആദ്യം ഒരു സൈഡിന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ദേ നോക്കിയാൽ പകുതി കൂടുതലെടുത്ത് അല്ലേ, പകുതി കൂടുതലെടുത്ത് ദേ ഇവിടെ ഒരു ആർക്ക് വരച്ചു, അതേപോലെ ഇവിടെയും ഒരു ആർക്ക് വരച്ചു. ഇനി ദേ ഇപ്പുറത്തെ സൈഡിൽ കുത്തിയിട്ട് ദേ ഇവിടെയും ഒരു ആർക്ക് വരച്ചു, ഇവിടെയും ആർക്ക് വരച്ചു അല്ലേ. ഇനി അവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി അല്ലേ. ഇനി നമുക്ക് ഒരു സൈഡും കൂടി വരയ്ക്കണം. ഒന്നുകിൽ ഇത് വരയ്ക്കാം അല്ലെങ്കിൽ ഇത് വരയ്ക്കാം, നിങ്ങൾ ഇഷ്ടം പോലെ വരയ്ക്കാം. ഏതെങ്കിലും ഒരു സൈഡിനും കൂടി വരയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു പണിയാം. ഇനി ഈ പ്രാവശ്യം നമുക്ക് ഈ സൈഡിന് വരച്ചു നോക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ അതേ പകുതിയെ കൂടുതലെടുത്തു അല്ലേ. ദേ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു, അതുപോലെ തന്നെ ഇവിടെയും ഒരു ആർക്ക് വരച്ചു. ഇനി ദേ ഇവിടെ കുത്തിയിട്ട് ദേ ഇവിടെയും ഒരു ആർക്ക് വരച്ചു, ഇവിടെയും ആർക്ക് വരച്ചു അല്ലേ. അതേ ലെവൽ. അപ്പോൾ നമ്മുടെ കോമ്പസിൻ്റെ അളവ് മാറ്റാൻ പാടില്ല.
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചല്ലേ. ഇപ്പൊ നോക്കിയേ, ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? ഈ പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നത് അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മുടെ റേഡിയസ് ഏതായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും 3 മൂലകളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസ് വെച്ച് അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതേ കോമ്പസ് അവിടെ കുത്തിയിട്ട് നോക്കിയാൽ ഈ 3 മൂല അല്ലേ, ത്രികോണത്തിന്റെ ഈ 3 മൂല കണ്ട തുല്യ ഡിസ്റ്റൻസ് ആണ് നിൽക്കുന്നത് അല്ലേ, ഒരേ ദൂരമാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് സർക്കിൾ വരയ്ക്കാം. അപ്പോൾ സർക്കിൾ വരയ്ക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പതുക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് ആ കോമ്പസ് കുത്തുന്ന പോയിന്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയില്ലേ? ഇതാണ് ഇതിന്റെ പരിവൃത്തം. മനസ്സിലായല്ലോ? ഇനി ചില ചോദ്യങ്ങളിൽ ഇതിന്റെ റേഡിയസ് അളന്ന് എഴുതാൻ പറയും. അങ്ങനെയാണെങ്കിൽ ഏതാണ് റേഡിയസ്? നമ്മൾ ഇപ്പോൾ എടുത്തില്ലേ, കോമ്പസിൽ എടുത്തില്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, അത് എത്രയാണെന്ന് അളന്നിട്ട് അത് ഇത്ര സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് അളന്നിട്ട് എഴുതാം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ത്രികോണം നോക്കിയാൽ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ അല്ലേ, ഇതേ അളവുകൾ തന്നെ, പക്ഷേ ആംഗിൾ മാറി 90 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ത്രികോണം വരയ്ക്കാം. അപ്പോൾ ആദ്യം 4 സെന്റിമീറ്ററിൽ ഒരു ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കുന്നു. അപ്പോൾ ഓക്കെ, 4 സെന്റിമീറ്ററിൽ ആദ്യത്തെ ലൈൻ വരച്ചു. ഇനി എന്ത് വേണം നമുക്ക്? 5 സെന്റിമീറ്റർ അല്ലേ, പക്ഷേ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? സെറ്റ് സ്കോർ ഉപയോഗിച്ച് വേണമെങ്കിൽ വരയ്ക്കാം അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെറ്റ് സ്കോർ ഉപയോഗിച്ചുകൊണ്ടാണ്. സെറ്റ് സ്കോർ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ 1 2 3 4 5 കണ്ട 5. അപ്പം ഇങ്ങനെ വരച്ചാലും മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇത് 5 സെന്റിമീറ്റർ അല്ലേ, ഞാൻ കൃത്യമായിട്ട് 5 സെന്റിമീറ്റർ അളന്നെടുത്താണ്. അപ്പോൾ 5 സെന്റിമീറ്റർ ഇനി ഇവ തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ത്രികോണം കിട്ടിയല്ലേ, ട്രയാങ്കിൾ ശരിയായി. ഇനി എന്ത് ചെയ്യുക? നമുക്കിതിന് സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ആദ്യം ഈ വശം എടുക്കുക. ഇതിന് ഇവിടെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ അല്ലേ. എന്ത് ചെയ്യുക? ഇത് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ ആർക്ക് വരച്ചു, അതുപോലെ ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ ആർക്ക് വരച്ചു അല്ലേ. അപ്പോൾ അത് കൂടുതൽ എടുത്തിട്ട് ഇനി ഇവ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നു. കൂട്ടി യോജിപ്പിച്ചല്ലേ. അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് വരയ്ക്കാം അല്ലേ. ഈ വലിയ വശത്തിന് വരച്ചു നോക്കാം. ഈ കൂടുതലെടുത്ത് ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ ആർക്ക് വരച്ചു. ഇപ്പോൾ 2 പോയിന്റുകൾ കിട്ടിയല്ല, അവ തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, അവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഈ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ് ഏതാണ്? രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് നോക്കിയേ അല്ലേ. നമ്മുടെ ഹൈപ്പോട്ടിനസ്, അത് കർണത്തിലെ പെട്ട ഒരു പോയിന്റാണ് അല്ലേ. ഇതാണ് നമ്മുടെ സെൻട്രായിട്ട് കിട്ടുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് സെയിം ഒരേ അളവായിരിക്കും അല്ലേ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സർക്കിൾ വരയ്ക്കാം. മുമ്പ് ജസ്റ്റ് ഒന്ന് അല്ലേ ആ ഡിസ്റ്റൻസ് കറക്റ്റ് ആണെന്ന് നോക്കാം അല്ലേ. 3 പോയിന്റിലൊന്ന് ടച്ച് ചെയ്ത് നോക്കാം അല്ലേ. ഇനി എന്ത് ചെയ്യുക? ഇനി നമുക്ക് സർക്കിൾ വരയ്ക്കാം അല്ലേ. ഓക്കെ, സർക്കിൾ വരച്ചു. ഇതാണ് ഇതിൻ്റെ സർക്കിൾ അല്ലേ, അതായത് പരിവൃത്തം. അപ്പോൾ ഇത് നിങ്ങൾ വരച്ച് തന്നെ പഠിക്കാം. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നോക്കിയാൽ, ഈ സർക്കിളിലെ സെൻറ്റർ എവിടെയാണ് വന്നതെന്ന് നോക്കിയാൽ, ഈ സർക്കിളിൽ ഇതിൻ്റെ സെൻറ്റർ വന്ന് നോക്കിയാൽ ഈ വൃത്തത്തിൻ്റെ ഉള്ളിലാണ് അല്ലേ. ഉള്ളിലാണ് ഇതിൻ്റെ സെൻറ്റർ വന്നത്, സെൻറ്റർ അല്ലേ, പരിവൃത്തത്തിൻ്റെ കേന്ദ്രം. ഇനി ഇവിടെ വന്നത് എവിടെയാണ്? ഇവിടെ അല്ലേ, അതായത് നമ്മുടെ ത്രികോണത്തിന് പുറത്ത്. അപ്പോൾ ഇവിടെ ത്രികോണത്തിന് ഉള്ളിൽ വന്നു, ഇവിടെ ത്രികോണത്തിന് പുറത്ത് വന്നു. ഇവിടെയാണെങ്കിലോ ഈ ത്രികോണത്തിൻ്റെ ഹൈപ്പോട്ടിന്, അതായത് കർണത്തിലാണ് വന്നത് അല്ലേ. കർണത്തിൻ്റെ മിഡ് പോയിന്റിൽ, അതായത് മധ്യബിന്ദുവിലാണ് ഇതിൻ്റെ എന്ത് വന്നത്? സെൻറ്റർ വന്നത്, അതായത് പരിവൃത്ത കേന്ദ്രം വന്നത്. അപ്പോൾ എന്താണ് ഇതിന് കാരണം നോക്കിയാൽ, ഈ 3 ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇത് ഒരു ന്യൂന ത്രികോണമാണ് അല്ലേ, അതായത് 90, ഈ കോണുകളൊക്കെ എന്താണ്? 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. ഈ 3 ആംഗിളുകളും 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ത്രികോണങ്ങളിൽ ഇതിൻ്റെ സെൻറ്റർ വരെ ത്രികോണത്തിന് ഉള്ളിലായിരിക്കും. ഓക്കെ, ഇനി ഈ ത്രികോണം നോക്കിയാൽ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് അല്ലേ. ഒരളവ് 90-നേക്കാൾ കൂടുതൽ 120 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത്തരം ത്രികോണങ്ങളിൽ 90-നേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ പരിവൃത്ത കേന്ദ്രം എവിടെയായിരിക്കും വരിക? സർക്കിളിന് പുറത്തായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി 90 ഡിഗ്രി ആണെങ്കിലോ ഇതിൻ്റെ പരിവൃത്ത കേന്ദ്രം കർണത്തിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും, അതായത് ഹൈപ്പോട്ടിനസിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും വരാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഇത് വരച്ച് തന്നെ പഠിക്കുകയും ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് ഇനി പുതിയ ചാപ്റ്ററുമായി വീണ്ടും കാണാം.